ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പറയാൻ പോകുന്നത് ഒരു സെറിബെറം ഒഡോള എന്നൊരു ഫ്രൂട്ടിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഫ്രൂട്ട് പറയുമ്പോൾ. അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമാണ് സെറിബെറം ഒഡോള എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മലയാളം നെയിം എന്ന് പറയുന്നത് ഒരു ഒതളങ്ങ എന്ന് പറയും, ഒതളങ്ങ എന്ന് കൂടി പറയും. പക്ഷേ ഇപ്പോൾ കേട്ടുമ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുണ്ടാകും. നമ്മളൊരു 5 ദിവസം മുമ്പ് പേപ്പർ എടുത്ത് നോക്കിയപ്പോഴത്തേനും നമ്മൾ കണ്ടൊരു വാർത്തയാണ്, ഒരു സങ്കടപ്പെടുന്ന ഒരു വാർത്തയാണ്. വേറെ ഏതോ ഫ്രൂട്ടിനെ തെറ്റിദ്ധരിച്ച് ഈ ഫ്രൂട്ട് എടുത്ത് കഴിച്ചൊരു പാവംപെട്ട ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത. വളരെയധികം സങ്കടപ്പെട്ടിട്ടുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റിയിട്ടുള്ളത് ഒരു 5 ദിവസം മുമ്പ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും നമ്മൾ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നവരാണ്. കുട്ടികളും വലിയ മുതിർന്നവരൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നവരാണ്. നമ്മൾ ഒട്ടുമിക്ക ഫ്രൂട്ട്സും ഇപ്പോൾ കേരളത്തിലാവുകയും ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ കേരളത്തിലെ ക്ലൈമറ്റ് ഫ്രൂട്ട്സിന് അനുയോജ്യമായിട്ടുള്ള ക്ലൈമറ്റ് അല്ല. പക്ഷേ ഇപ്പം ക്ലൈമറ്റിൽ ഒരുവിധ ഫ്രൂട്ട്സൊക്കെ ആവുന്നുണ്ട്. അതിലൊരു കോമൺ ഫ്രൂട്ടാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത് നമ്മളുടെ അവഗാഡോ, ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഔക്കാഡോ എന്നൊക്കെ പറയുന്നില്ലേ. ആ ബട്ടർ ഫ്രൂട്ട് ധാരാളമായിട്ട് കേരളത്തിൽ കാണപ്പെടുന്നു. അതും ഈ സെറിബെറം ഒഡോള എന്നൊരു ഫ്രൂട്ടും തമ്മിൽ എപ്പോഴും കൺഫ്യൂഷനാണ്. കാരണം എനിക്ക് പോലും കൺഫ്യൂഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്ലേസിൽ നിന്ന്. പക്ഷെ ആഫ്റ്റർ ഞാൻ അതേക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതൊരു ടോക്സിക് പ്ലാന്റ് ആണ്. ആ പ്ലാന്റിൻ്റെ പേര് തന്നെയാണ് സൂയിസൈഡൽ പ്ലാന്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സെറിബെറം ഒഡോള, ഒതളങ്ങ എന്ന് കൂടി പറയും. പക്ഷെ അത് ഇപ്പം മിക്കവരും അത് കഴിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവഗാഡോ എന്ന ഫ്രൂട്ടിനെ തെറ്റിദ്ധരിച്ചിട്ട്, അത് കാണാൻ വെറും ഞാൻ ഇവിടെ വീഡിയോയിൽ കാണിക്കാം, വെറും അവഗാഡോ പോലെയാണ്. മാംഗോ അവഗാഡോ എന്നൊരു ഭയങ്കരത്തിൽ സാമ്യതയുള്ള ഒരു പ്ലാന്റും കൂടിയാണ്. അതിൽ ഫ്രൂട്ട് കണ്ടാൽ വെറും ബട്ടർ ഫ്രൂട്ട് പോലെ ഉണ്ടാവും, അവഗാഡോ പോലെ ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിൽ ഒരു സെറിബെറിൻ എന്നൊരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്, പ്ലാന്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് അതിലുള്ളത്. അതൊരു കാർഡിയാക് ഗ്ലൈക്കോസൈഡാണ്. പക്ഷെ ആ പ്ലാന്റിലുള്ള സെറിബെറിൻ ആണ് ഈ മരിക്കാൻ കാരണമാകുന്നത്. അതെങ്ങനെയാണ് അത് നമ്മൾ ശരീരത്തിൽ, ഇപ്പോൾ ഒരു കുട്ടി, അത് വലിയവരോ കുട്ടിയോ അത് ആക്സിഡൻ്റലി എടുത്ത് പീൽ ഓഫ് ചെയ്ത് അത് കഴിച്ച ഉടനെ തന്നെ അത് പോയിട്ട് ഹാർട്ടിൽ, നമ്മളെ ഹൃദയത്തിൽ പോയിട്ട് അത് അഫക്റ്റ് ചെയ്ത് ഹൃദയവാൽവിനെ പോയിട്ട് നിർത്തുകയും അവിടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻസ് വരികയും ചെയ്യും. പക്ഷെ ഇത് ആക്ച്വലി ആക്ട് ആസ് എ കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ അത് ഭയങ്കരത്തിൽ ടോക്സിക്കാണ്. അത് ഹൃദയമിടിപ്പിനെ പോയിട്ട് തന്നെ അത് ഇല്ലാതാക്കുകയും ചെയ്യും. ഒഡോള, സെറിബെറിൻ എന്നൊരു പോയിസണസ് കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്നൊരു കണ്ടൻ്റാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അത് നമ്മൾ ശരീരത്തിലോട്ട് എത്തുമ്പോൾ തന്നെ നമ്മളെ ഹാർട്ടിനെ പോയിട്ട് അത് നിലച്ചു നിർത്തും. പിന്നെ ഹാർട്ട് അവിടെ വർക്ക് ചെയ്യില്ല, ബ്ലഡ് വെസൽസിനൊക്കെ അവിടെ റപ്ചർ, ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിക്കും. അത്രത്തോളം കപ്പാസിറ്റിയുള്ള ഒരു ഫ്രൂട്ടാണ് ഒതളങ്ങ അഥവാ സെറിബ്രം ഒഡോളം എന്ന് പറയുന്ന, സെറിബെറിൻ ഒഡോളം എന്നൊരു പറയുന്ന പ്ലാന്റ് ഫ്രൂട്ട്. ഓക്കെ, സോ അതിൻ്റെ പ്ലാന്റിൻ്റെ പേരാണ് സൂയിസൈഡൽ ട്രീ. അത് ഇവിടെ ഒരു നല്ലോണം വെള്ളമുള്ള സൈഡ്, ഈ അരുവിയുടെ പുഴയുടെ ഒക്കെ സൈഡാണ് അത് ധാരാളമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഞാനിവിടെ താഴെ കൊടുക്കുക ആ ഫോട്ടോയും അവഗാഡോയും വളരെയധികം സാമ്യമുള്ളതാണ്. ഉൾവശവും ഏകദേശം സിമിലാരിറ്റിയാണ് ഉള്ളത്. പക്ഷെ ഇത് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുറ്റവാളികൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് കഴിക്കാൻ കൊടുക്കും. അവർ പണ്ടത്തെ ഒരു മിഥ്യാധാരണയാണ്, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്യും, കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നും ദോഷം ചെയ്യില്ല. പക്ഷേ ഇതിലുള്ള കണ്ടന്റ് അവർക്ക് അറിയില്ല, പണ്ട് അവർ പഠിച്ചിട്ടോ കാര്യം എഡ്യൂക്കേഷനൊന്നുമില്ല. അതുകൊണ്ട് അവരത് കുറ്റം ചെയ്തവരോട് അത് കഴിക്കാൻ പറയും. അപ്പോൾ കുറ്റം ചെയ്തവർ മരിക്കും. സ്വാഭാവികമായിട്ട് മരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സെറിബെറിൻ എന്നൊരു കണ്ടന്റ് ഇതിലുണ്ട്, അത് കാർഡിയാക് അറസ്റ്റാക്കും, മരിക്കും. പക്ഷെ അവർ വിചാരിക്കുന്നു അവർ കുറ്റം ചെയ്തിട്ടാണ് ഇത് കഴിച്ചിട്ട് മരിക്കുന്നത്. പക്ഷെ അതിന് കുറേ മിസ്യൂസ് ഓൾഡൻ ഡേയ്സിൽ, പണ്ടത്തെ രാജാ ഭരണകാലത്ത് ഇതൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ അവോയ്ഡാണ്, ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആക്സിഡൻ്റലിയും ചില സമയത്ത് സൂയിസൈഡൽ പർപ്പസിന് വേണ്ടിയിട്ടും ചില ആൾ ഇത് ഉപയോഗിക്കലുണ്ട്. ഇത് ജാഗറിയിലൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ചില ആൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. പക്ഷെ കുട്ടികൾ ഇത് ആക്സിഡൻ്റലി കഴിക്കുകയാണ് ചെയ്യുന്നത്. ആക്സിഡൻ്റലി നമ്മളെ ബോഡിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വിത്തിൻ 3 to 6 hours നമുക്ക് മരണം സംഭവിക്കുന്നതാണ്. സോ ഈ പ്ലാന്റ് ഇപ്പോൾ ഞാൻ ഒരു പേപ്പർ കട്ടിങ്സ് കണ്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ് ട്രൈ ടു അവോയ്ഡ് ദിസ് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഫ്രൂട്ട്. ഇത് കഴിക്കുന്നത് പൂർണ്ണമായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ കുട്ടികളോട് നിങ്ങൾ പറയുക, ഇതാ ഒരു സെറിബ്രം ഒഡോളം ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടാലും വലിയവരോട് ചോദിച്ച് കൺഫേം ആക്കിയിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് കൂടി പറയുക. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക.
ഈ പ്ലാന്റ്സ്, ഈ ഫ്രൂട്ട് എവിടെ കണ്ടാലും അത് തൊടുകയോ പോലും ചെയ്യരുത്. തൊട്ടാൽ പോലും അതൊരു ടോക്സിസിറ്റിയാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ സമൂഹത്തെ നമുക്ക് ഒരു പേർ വിചാരിച്ചാൽ നമുക്ക് പറ്റത്തില്ല. അത് ഷെയർ ചെയ്തു പോയാലേ നമുക്ക് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.